ചേട്ടാ, വെൽക്കം ബാക്ക് ടു ടെർമീസ് ഡയറി. നമ്മളുടെ ഫസ്റ്റ് വീഡിയോക്ക് അത്യാവശ്യം നല്ല റീച്ച് കിട്ടി കേട്ടോ. താങ്ക് യു സോ മച്ച്. ആ വീഡിയോ ചെയ്തപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് കുറെ പേര് പേഴ്സണലി കുറച്ച് മെസ്സേജ് ചോദിച്ചു. അതായത് യുകെയിൽ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ആയിട്ട് മലയാളീസിനെ കാണുന്നത് കുറച്ച് റയർ ആയിട്ടുള്ള സംഭവമാണ്. ഞാനിവിടെ ലൈസൻസ് എടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മലയാളി ആയിട്ട് ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടെന്ന് പറയുമ്പോൾ ഞാനും ശരിക്കും സർപ്രൈസ്ഡ് ആയിരുന്നു. കാരണം നമുക്ക് ലാംഗ്വേജ് ബാരിയർ ശരിക്കും ഒരു വലിയ പ്രോബ്ലമാണ്. അപ്പോൾ മലയാളത്തിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് കിട്ടുവാണല്ലോ. അതുപോലെ തന്നെ ഇപ്പോൾ ഇൻസ്ട്രക്ടർ ആയിട്ട് ഇങ്ങനെ ഒരാൾ വർക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി, എങ്ങനെ അതിനെ അപ്ലൈ ചെയ്യാം, നമുക്കും പറ്റും എന്നുള്ളൊരു തോന്നല്. അപ്പൊ അതിനെ പറ്റിയുള്ള ഒരു പ്രൊസീജിയേഴ്സും കാര്യങ്ങളും, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഒരു കരിയറായിട്ട് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ചേട്ടൻ ഒന്ന് ഷെയർ ചെയ്യാവോ? ചേട്ടൻ എത്ര വർഷമായി ഇവിടെ? ഞാൻ 2009 ശരിക്കും ഈ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ആയിട്ട് ഉള്ള ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യുന്നത്. അതിന് എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നോ? അതിന്റെ കാരണമല്ല, ശരിക്കും ബേസിക്കലി നമ്മളിവിടെ ഫാമിലി ആയിട്ട് താമസിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമേ ഉള്ളൂ. ഞാനും വൈഫും ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവന് ഒരു വയസ്സേ ഉള്ളൂ. ആ സമയത്ത് ഞങ്ങളുടെ ഫുൾ ടൈം ഡ്യൂട്ടി ചെയ്തുകൊണ്ട് ഒരു കുട്ടികളെ നോക്കി ഇവിടെ ജോലി ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്, രണ്ടുപേരും ഫുൾ ടൈം ആകുമ്പോൾ. അപ്പൊ എന്റെ ഒരു പ്രൊഫഷൻ ആ ഒരു രീതിയിലേക്ക് മാറ്റിയാൽ എനിക്ക് എന്റേതായിട്ട് രീതിയിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ കുറച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കും. അതുകൊണ്ട് ഞാനൊരു പ്രൊഫഷൻ ചൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതാണ് ഇതിനകത്തേക്ക് ഞാൻ വരാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ. ഇത് ശരിക്ക് എന്നെ ആരും അഡ്വൈസ് ചെയ്തില്ല. ഒരു പക്ഷേ UK-ല് ഏറ്റവും ആദ്യം മലയാളികൾ ഇപ്പോൾ 5 പേരോ 6 പേരെയും കണ്ടേ ഉള്ളൂ ഇപ്പൊ മലയാളികളായിട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ടേഴ്സ് ആയിട്ടുള്ളവർ മൊത്തം UK-ല്. സ്കോട്ട്ലൻഡിൽ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കൊരു വിശ്വാസം. ശരിക്ക് എനിക്കൊരു അഡ്വൈസ് ആരും തന്നില്ല. ഞാനൊരു അഡ്വർടൈസ്മെന്റ് വഴിയിട്ടാണ് ഞാനിത് കണ്ടത് തന്നെ. അതായത് റെഡിൻ ഡ്രൈവിംഗ് സ്കൂളിന്റെ ഒരു അഡ്വൈസ്, അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് ബുക്കിനകത്ത് കണ്ടിട്ട് ഞാൻ അവരെ വിളിച്ച് അതിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്ത് അങ്ങനെയാണ് ഞാൻ അതിനകത്ത് ശരിക്കും പോയത്. അതുവഴിയാണ് ഞാനത് പ്രൊസീഡ് ചെയ്തത്. ഈ ഇൻസ്ട്രക്ടർ ആവാനായിട്ട് നമ്മൾ വേറെ ലൈസൻസ് വേണം, അല്ലാണ്ട് വേറെ പഠിക്കണം, അങ്ങനെ വേറെ എന്തെങ്കിലും ഉണ്ടോ? കുറച്ച് ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് റീച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പൊ അഡ്വർടൈസ്മെന്റ് കണ്ടെന്ന് പറഞ്ഞല്ലോ, അതെന്താ ശരിക്കും? അത് അഡ്വർടൈസ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കമ്പനികൾ ശരിക്കും അവർ ചെയ്യുന്നുണ്ട്. അതായത് അപ്രൂവ്ഡ് ഡ്രൈവിംഗ് ADISന് നമ്മളിപ്പോൾ സാധാരണ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവുന്നത് പോലെ തന്നെ അപ്രൂവ്ഡ് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടേഴ്സ് ആയിട്ട് ട്രെയിൻ ചെയ്യാനുള്ള സ്കൂളുകളുണ്ട്. അത് AI ചെയ്യുന്നുണ്ട്, അതുപോലുള്ള മറ്റുള്ള എല്ലാ സ്കൂളുകളും ചെയ്യുന്നുണ്ട്. മിക്കവാറും എല്ലാം വലിയ വലിയ കമ്പനികളൊക്കെ ചെയ്യുന്നുണ്ട്. അവർ നമുക്ക് എല്ലാ ട്രെയിനിങ്ങുകളും തരും. അതിന് പേയ്മെന്റ് ഉണ്ട്. 40 പൗണ്ട്, ചിലപ്പോൾ അതിന് മേളിലാവും. അല്ലെങ്കിൽ ബ്ലോക്ക് ആയിട്ട് ബുക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു കോഴ്സിന് ഒരു പാക്കിന് എത്ര പൈസ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അത് ഡിപ്പെൻസ്, നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടുന്നത് ഇവിടെ അല്ല. കമ്പനികളല്ലേ അവർ വിളിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഷെയർ ചെയ്ത് തരും. അപ്പൊ നമുക്ക് നോർമലി ഒരു പാക്കിന് എത്ര രൂപയായിരിക്കും? ഇപ്പൊ നമുക്കൊരു ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കണം ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറിന്റെ, അപ്പോൾ എത്ര രൂപ നമുക്ക് മുടക്കി അത് ചെയ്യാൻ പറ്റും? അത് ഇവിടെ ഞാനൊക്കെ ചെയ്ത സമയത്ത് അത് 900 പൗണ്ട് മുതൽ 4000 പൗണ്ട് വരെയുള്ള സമയത്ത് 2009 ഉണ്ടായിരുന്നു. ഇപ്പോഴും അതങ്ങനെ ചെയ്യുന്നത് 4000 പൗണ്ട് വരെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏതാണ്ട് അത്രയും പൈസയൊക്കെ വന്നിട്ടുണ്ട്. ഏതാണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കാം. നമുക്ക് ബേസിക്കലി നമ്മളൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 4000 പൗണ്ടിനടുത്ത് നമ്മൾ ആകുന്നു, എല്ലാം കൂടെ കൂടിയിട്ട് അത്രയും വരും. 900 പൗണ്ട്, 1000 പൗണ്ട് നമ്മൾ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് കോഴ്സ് പാക്ക് നമുക്ക് കിട്ടിയാലും നമ്മളുടെ ഇതിന്റെ ബാക്കി ടെസ്റ്റുകളുടെ ഫീ ഒക്കെ തന്നെ നമ്മൾ അതിനകത്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കുമ്പോൾ അത് ടെസ്റ്റുകൾ വീണ്ടും നമ്മൾ ആഡ് ചെയ്ത്, അതായത് 2 വർഷത്തിനുള്ളിൽ കഴിയണം. അതുകൂടാതെ നമുക്ക് 3 അറ്റംപ്റ്റ് ഒക്കെ വരുള്ള ഒരു ടെസ്റ്റിനകത്ത് അങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ അത് കുറച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരുമ്പോഴേക്കും. എന്നാലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ട് ഒരു ബിസിനസ്സിൽ എന്തെങ്കിലും നമ്മൾ മാറുമല്ലേ, നമ്മളാണ് ബോസ്. നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിന് വർക്ക് ചെയ്യാം. ആരും പ്രത്യേകിച്ച് നമ്മൾ അതിനകത്ത് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ മറ്റുള്ള കമ്പനികൾ നമുക്ക് ഫ്രാഞ്ചൈസി ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പൊ അതും ഒരു ഓപ്ഷനാണ്. ചില ഫ്രാഞ്ചൈസികൾ ഇപ്പൊ ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, നമ്മുടെ സാധാരണ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ പ്രാക്ടിക്കൽ ടെസ്റ്റ് തന്നെ നിങ്ങൾക്ക് അത് വേറെ? ഇത് ശരിക്കും 3 രീതിയിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള 3 ടോപ്പിക്സ് ആണ് വരുന്നത്. ഒന്ന്, ആദ്യം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ സാധാരണ തിയറി ടെസ്റ്റിന്, അല്ലെങ്കിൽ സാധാരണ ടെസ്റ്റിന് വരുന്ന പോലെ തന്നെ സാധാരണ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ അതേപോലെ തന്നെ ഹസാർഡ് പെർസെപ്ഷന് തിയറി ടെസ്റ്റ്, മൾട്ടിപ്പിൾ ചോയ്സിന്റെ തിയറി ടെസ്റ്റ് വരുന്നുണ്ട്. അതിനുശേഷം പാർട്ട് 2 എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പോലെ തന്നെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് 15 മൈനർ ഫോൾട്ട് നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റിന് വരാമെങ്കിൽ ഇത് 6 മൈനർ ഫോൾട്ട് ഇതിനകത്ത് വരാവുള്ളൂ. അതുപോലെ നമുക്ക് സൗണ്ട് നോളജ് പറയുന്ന രീതിയിൽ തിയറി ടെസ്റ്റിന് ഉണ്ടാവണം. കാരണം വരുന്ന ആളുകളിൽ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം നമ്മൾ ആൻസർ കൊടുക്കാനായിട്ട് കേപ്പബിൾ ആണെങ്കിൽ മാത്രമേ ഇതിനകത്തേക്ക് നമ്മൾ പോവുള്ളൂ. അപ്പൊ നമ്മൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ഈ ഒരു കാര്യത്തിൽ. അതിനുശേഷം വീണ്ടും വരുന്നത് ഇൻസ്ട്രക്ഷണൽ എബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട്. ഇൻസ്ട്രക്ഷണൽ എബിലിറ്റി സാധാരണ രീതിയിൽ നമ്മുടെ ടെസ്റ്റിന് ഇല്ലാത്തൊരു കാര്യമാണ്. ഈ ഡ്രൈവിംഗ് ടെസ്റ്റിനകത്ത് ഈ ADI ടെസ്റ്റിൽ വരുന്ന ഒരു ഇൻസ്ട്രക്ഷണൽ എബിലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാൾ ട്രെയിൻ ചെയ്യുന്നത് എക്സാമിനർ നമ്മുടെ പുറകിൽ നിന്ന് വാച്ച് ചെയ്യും. അവിടെയാണ് നമുക്ക് സ്കോർ വരുന്നത്. അതാണ് ഇതിലുള്ള ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പം ഒരു പഠിക്കുന്ന ഒരാള് നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മൾ ഒരാളെ നേരത്തെ അത് എക്സാമിനർ തന്നെയാണോ പഠിക്കുന്ന ഇല്ല, ആളായിട്ടിരിക്കുന്നത്? നേരത്തെ അങ്ങനെ ആയിരുന്നു. നേരത്തെ അവർ റോൾ പ്ലേ ചെയ്യാറുണ്ട്. അതായത് എക്സാമിനർ വന്ന് ഡ്രൈവ് ചെയ്തിട്ട് അവരുടെ രീതിയിലുള്ള അതായത് ഒരു പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ അവരെ ട്രെയിൻ ചെയ്യുകയായിരുന്നു ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ അത് മാറിയിട്ട് ഇപ്പോൾ 2-3 വർഷമായിട്ട് മാറിയിട്ട് അതിന്റെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ രീതി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എക്സാമിനേഴ്സ് റിയൽ ആയിട്ടുള്ള ആളെ നമ്മൾ എങ്ങനെയാണോ ട്രെയിൻ ചെയ്യുന്നത് എന്നുള്ളത് അവർ അതിന്റെ പുറകിലിരുന്ന് വാച്ച് ചെയ്തിട്ട് അതിന്റെ സ്കോർ വെച്ചിട്ടാണ് നമുക്ക് ഈ പറയുന്ന ലെസൺസ്. അതെങ്ങനെയാ അപ്പൊ അവർ അസസ് ചെയ്യുന്നത്? നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആണോ? അവര് പല കാര്യങ്ങളും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മാത്രം, നമ്മുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ്. അത് കൂടാതെ തന്നെ നമ്മൾ ഒരാളെ എത്രമാത്രം സേഫായിട്ടും ഡീറ്റെയിൽ ആയിട്ടും നമ്മളൊരു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു, അതിന്റെ റിസ്ക് നമ്മൾ എങ്ങനെ അസസ് ചെയ്യുന്നു, അതിന് തന്നെയും കുറെ ഡീറ്റെയിൽഡ് വേർഷൻസ് വേറെ ഉണ്ട്. അപ്പൊ നമ്മൾ അവരെ ഡ്രൈവിംഗ് പഠിപ്പിക്കുകയാണ്. റിയൽ ആയിട്ട് നമ്മൾ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന എക്സാമ്പിൾ കാണുവാണ്. അത് എങ്ങനെയാണ് ചെയ്യുന്നത്, അത് കഴിഞ്ഞാലും തീർന്നിട്ടില്ല. ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നമ്മൾ പാസ്സായി, അല്ലെങ്കിൽ അപ്രൂവ് ഡ്രൈവിംഗ് ടെസ്റ്റ് നമ്മൾ പാസ്സായി നമുക്ക് ലൈസൻസ് കിട്ടി ADA ആയിട്ട് നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 6 മാസത്തിനുള്ളിൽ വീണ്ടും ഒരു ട്രെയിനിങ് ടെസ്റ്റ് ഇതുപോലെ തന്നെ വരും. അതിൽ ഫെയിൽ ആയാൽ പോലും നമ്മൾക്ക് ഈ പറയുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് നഷ്ടപ്പെടാൻ നമുക്ക്, അതായത് ഡ്രൈവിംഗ് ലൈസൻസിന്റെ അത് നഷ്ടപ്പെടും. എവറി 6 മന്ത് ആദ്യം പാസ്സായാൽ ആദ്യത്തെ, അതായത് ഫസ്റ്റ് നമ്മൾ അപ്രൂവ് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞിട്ട് ADA ടെസ്റ്റ് പാസ്സായാൽ പാർട്ട് 3 പാസ്സായാൽ നമുക്ക് അപ്രൂവ് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. അതിനുശേഷം വീണ്ടും 6 മാസം കഴിയുമ്പോൾ സ്റ്റാൻഡേർഡ് ചെക്ക് എന്ന് പറഞ്ഞിട്ടൊരു രീതിയുണ്ട്. അതായത് ആ ടെസ്റ്റ് പോലെ തന്നെ വീണ്ടും ഒരു ടെസ്റ്റോടെ വരും. അപ്പോഴും നമ്മൾ ഈ പറയുന്ന ഒരാളെ നമ്മൾ ട്രെയിൻ ചെയ്യണത് എക്സാമിന് നമ്മൾ വാച്ച് ചെയ്യും. അത് നമ്മൾ വാച്ച് ചെയ്താൽ നമ്മൾ അടുത്ത 4 വർഷത്തേക്ക് ഈ പറയുന്ന രീതിയിൽ വീണ്ടും ടെസ്റ്റുകളൊന്നും വരില്ല. ഈ ട്രെയിൻ ചെയ്യാൻ കൊണ്ടുപോകുന്ന ആളെ എങ്ങനെയാ നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്. അത്യാവശ്യം ഡ്രൈവിംഗ് അറിയാവുന്ന ഒരാളെ നമുക്ക് കൊണ്ടുപോകാമല്ലോ. അത് 3 രീതിയിലാണ്. നമുക്ക് തുടക്കക്കാരായിട്ടുള്ള ഒരാളുകളെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ അറിയാവുന്ന ഒരാളുകളെ കൊണ്ടുപോകാം, അത്യാവശ്യം ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായ ആളുകളെയും നമുക്ക് കൊണ്ടുപോകാം. അതിന് പ്രത്യേകിച്ച് ഓപ്ഷൻസ് ഒന്നുമില്ല. പക്ഷെ അവർ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരാൾ അവിടെ വരുമ്പോൾ അവരെ എങ്ങനെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നു, അവർ ആ ഗോൾ അച്ചീവ് ചെയ്തോ എന്നാണ് അവർ എക്സാമിനോട് നോക്കുന്നത്. അപ്പം നമ്മൾ പോകുന്ന ഏരിയകളും അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ആ വണ്ടികളുടെ ഡീറ്റെയിൽസും ഇതെല്ലാം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് സേഫായിട്ട് തന്നെയാണ് ട്രെയിനിങ് കൊടുക്കുന്നതിനും ആ ADA സ്റ്റാൻഡേർഡ്, അതായത് DVSL സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് അവർ നോക്കുന്നത്. ഇതൊക്കെ ട്രെയിനിങ് പീരീഡിൽ അവർ നമുക്കെല്ലാം ഇതെല്ലാം നമുക്ക് പറഞ്ഞു. അതാണ് ബെറ്റർ. നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് കുറച്ച് സ്വന്തമായിട്ട് ചെയ്യുന്ന ഒന്നാമത് നമുക്ക് ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഇല്ല, അല്ലെങ്കിൽ അതുപോലെ ട്രെയിൻ ചെയ്യാനായിട്ടുള്ള ആളുകളുണ്ടാവണം. ട്രെയിനിങ് പോവാതെ സ്വന്തമായിട്ട് ചെയ്യാം. നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ട്രെയിനിങ് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമുക്കിത് എന്താണെന്ന് അറിയില്ല. ഇത് വായിച്ചു പഠിക്കുക എന്നുള്ള യൂട്യൂബിനകത്ത് വീഡിയോസ് ഒക്കെ ഒത്തിരി കിടക്കുന്നുണ്ട്. പക്ഷെ ആ യൂട്യൂബ് വീഡിയോസ് കണ്ടാലും ഇത് എങ്ങനെയാണെന്നുള്ള നമ്മൾ റിയൽ ആയിട്ട് പ്രാക്ടിക്കലിലേക്ക് വരുമ്പോൾ നമുക്കത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട്. നമ്മൾക്ക് ശരിക്കും പറയുവാണെങ്കിൽ നമ്മളെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത് നമുക്ക് ADAക്ക് മുന്നേ ആയിട്ട് പൊട്ടൻഷ്യൽ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജാണ് നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 40 മണിക്കൂർ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ, അതായത് ഒരു അപ്രൂവ്ഡ് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ കൂടെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ലൈസൻസ് കിട്ടുള്ളൂ, PDA ആയിട്ട് ലൈസൻസ് കിട്ടുള്ളൂ. വൺസ് PDA ആയിട്ട് ലൈസൻസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് പ്രൊഫഷണൽ ആയിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ലൈസൻസ് കിട്ടിക്കൊള്ളണമെന്നില്ല ഒരാളെ ട്രെയിൻ ചെയ്യാനായിട്ട്. അതായത് പൊട്ടൻഷ്യൽ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ആളുകളെ ട്രെയിൻ ചെയ്യാം. പക്ഷെ ശരിക്കും നമുക്കത് 2 വർഷത്തേക്കേ ഉള്ളൂ. അത് ആ 2 വർഷം കഴിഞ്ഞാൽ നമ്മൾ ADA ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തില്ല, അല്ലെങ്കിൽ ടെസ്റ്റ് പാസ്സായില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് നഷ്ടമാകും. അപ്പൊ 2 വർഷത്തിനുള്ളിൽ റിന്യൂ ചെയ്യല്ല. എല്ലാ 4 വർഷം കൂടുമ്പോഴും വീണ്ടും നമുക്ക് ടെസ്റ്റ് ഉണ്ടാവും. എല്ലാ 4 വർഷം കൂടുമ്പോഴും നമുക്ക് ടെസ്റ്റ് ഉണ്ടാവും. അത് ഈ പറയുന്ന രീതിയിൽ എക്സാമിനേഴ്സ് നമ്മുടെ കൂടെ ഇല്ല, ഈ ലാസ്റ്റ് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. തിയറി പ്രാക്ടിക്കൽ ഇല്ല. ബാക്കി ഈ ഇൻസ്ട്രക്ഷണൽ എബിലിറ്റി എന്നുള്ള എല്ലാ 4 വർഷം കൂടുമ്പോൾ അസസ് ചെയ്യും. ചേട്ടൻ എങ്ങനെ ഈ ജോബ് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്? ഇതിനെ വല്ല ഡ്രോബാക്സ് എന്ന് പറയാനായിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാത്തിലും ഉണ്ടല്ലോ. ഏതൊരു ജോലിയിലും ഡ്രോബാക്സ് ഉണ്ടാവില്ല നമുക്ക്. ഇത് നമ്മൾ എത്രമാത്രം സക്സസ് ആവുന്ന ഈ ബിസിനസ്സിൽ നമ്മൾ എത്രമാത്രം കപ്പാസിറ്റി ഉണ്ട് ഇതിനകത്ത്, നമ്മൾ എത്ര നന്നായിട്ട് ട്രെയിൻ ചെയ്യുന്നു, അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഈ പറയുന്ന ക്ലയൻസിനെ നമുക്ക് കിട്ടുന്നത്. അതൊരു ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മൾ പാസ്സായി, നമ്മൾ എന്നിട്ട് പിന്നെ എങ്ങനെയാ നമ്മൾ എവിടെയെങ്കിലും പോയി ഇപ്പൊ ഇങ്ങനെ ഇൻസ്ട്രക്ടർ ഉണ്ട് നമ്മൾ അറിയണമല്ലോ, അപ്പൊ അതെങ്ങനെയാ നമുക്ക്? ഞാൻ ആദ്യം ചെയ്തത് ഇവിടെ LDC ലേഡർ ഡ്രൈവിംഗ് സെന്റർ എന്ന് പറയുന്ന സ്കൂൾ ഉണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ ഞാൻ അവരുടെ ഫ്രാഞ്ചൈസി എടുക്കുകയായിരുന്നു. അപ്പൊ അവർ നമ്മൾക്ക് ആളുകളെ സപ്ലൈ ചെയ്യും. അതിന് നമ്മളൊരു ഫ്രാഞ്ചൈസി ഫീ സാധാരണ എല്ലാ ഫ്രാഞ്ചൈസിയിലും എടുക്കുന്ന പോലെ ഒരു ഫ്രാഞ്ചൈസി ഫീ കൊടുക്കണം. അപ്പൊ നമുക്കിപ്പോ അവര് തരുമെന്ന് പറയുമ്പോ നമ്മുടെ എങ്ങനെയാ സാലറി വരുന്ന മന്ത്ലി പേ ആയിട്ട്? ഇല്ല, അത് അവേർലി പേ ആണ്. നമ്മളാണ് റേറ്റ് ഫീ. അവർക്കൊരു ബേസ് റേറ്റ് ഉണ്ടാവും അതിനകത്ത്. അപ്പൊ അന്ന് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ LDCക്ക് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഒരു എക്സാമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 30 പൗണ്ട് ബേസിക് സാലറി അല്ലെങ്കിൽ ബേസിക് റേറ്റ് ആണ് അവർ നമ്മൾക്ക് പറയുന്നത് എങ്കിൽ ആ 30 പൗണ്ടിൽ ഒരാളിൽ നിന്ന് കിട്ടുന്ന 30 പൗണ്ടിൽ ചിലപ്പോൾ 1-2 പൗണ്ട് അവർ അതിനകത്ത് ചാർജ് ചെയ്യും.
പ്ലസ് നമ്മൾ മന്ത്ലി അവരുടെ ഒരു ഫ്രാഞ്ചൈസി, അവരുടെ ആ ഒരു പേരും ബാക്കി കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതിന് ഒരു എമൗണ്ട് നമുക്ക് അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. കാർ അവർ തരുന്നതുണ്ട്. ചില ഫ്രാഞ്ചൈസികൾ കാറ് തരുന്നവരുണ്ട്. അതിന്റെ ഫീസ് കൂടുക. നമുക്ക് സ്വന്തമായിട്ടുണ്ട് എങ്കിൽ നമുക്ക് ആ ഫീ ഒഴിവാക്കി എടുക്കാൻ മാത്രം. പക്ഷേ സ്റ്റിൽ ഫ്രാഞ്ചൈസിക്ക് നമ്മൾ കൊടുക്കേണ്ടി. ഇല്ല, ഞാനിപ്പോൾ അത് നിർത്തിയിട്ട് ഞാനിപ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് പോയാലും ഇവിടെ മലയാളികളൊന്നാവും നമുക്ക് ആവശ്യത്തിനുണ്ട്, ആളുകളുണ്ട്. പിന്നെ വർഷങ്ങൾ കഴിയുന്നവർ നമ്മുടെ ബിസിനസ് ഈ ഒരു കാര്യത്തിനകത്ത് ഒരിക്കലും താഴേക്ക് പോകുന്ന ഒരു രീതി നമ്മൾ കാണാറില്ല. ഡ്രൈവിംഗ് ഉണ്ട്. ഒരിക്കലും ഇത് ഒരു ആളുകൾ ഇല്ലാത്തൊരു കണ്ടീഷനിലേക്ക് വരാറില്ല. ഇതിപ്പോ എങ്ങനെ ചേട്ടനെ ആൾക്കാരെ അപ്രോച്ച് ചെയ്യുന്നത്? നമുക്ക് വേർഡ് ഓഫ് മൗത്ത് ആണ് കൂടുതലും എന്റെ ക്ലയൻസ് എന്ന് പറയുന്നത്. അതല്ലാതെ ഫേസ്ബുക്കിനകത്ത് അപ്ലൈ ചെയ്യാൻ നമുക്ക് അഡ്വർടൈസ്മെന്റ് കൊടുക്കാം. അതല്ലാതെ വെബ്സൈറ്റ് ഉണ്ടായിരുന്നു എനിക്ക്. ഞാനിപ്പോൾ അത് കാരണം അതുകൊണ്ട് വലിയ ബെനിഫിറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കാരണം കൂടുതലും വരുന്നത് അല്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് ഞാൻ അതായിരിക്കും ബെറ്റർ. നമ്മളുടെ മലയാളികളും ഇന്ത്യൻസും അതുള്ള ഒത്തിരി ആളുകൾ നമുക്ക് വേറെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുണ്ട്. ഡിപ്പെൻസ് നിങ്ങൾ എങ്ങനെ മറ്റുള്ളവരെ ഡീൽ ചെയ്യുന്നു, എങ്ങനെ നന്നായിട്ട് ട്രെയിൻ ചെയ്യുന്നു, നിങ്ങളുടെ പാസ് റേറ്റ് എന്താണ്, ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ ഒരു ഇത് DVA അതായത് DVSA ഒരു കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ട് നമുക്ക് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടേഴ്സിന്. അത് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് ആരും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല അതിനകത്ത്. ഒരാളിപ്പം നമ്മൾ വരുമ്പോൾ നമുക്ക് എടുക്കാതിരിക്കുക എന്നുള്ളത് നമ്മളുടെ ഉണ്ട്. എല്ലാം ഉണ്ട്. ഏത് കാറ്റഗറിയിലുള്ള ആളുകളെ നമ്മൾ പഠിപ്പിക്കാനുള്ള എബിലിറ്റിയാണ് നമ്മൾ ADAയുടെ ആ പാർട്ട് 3 ടെസ്റ്റ് എന്ന് പറയുന്നത്. ആ പാർട്ട് 3 ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കുറച്ച് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയ ആണത്. വൺസ് നമ്മളൊരു 1-2 മാസം പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തുടങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആകുന്നത്. പക്ഷെ അതൊരു വലിയൊരു കടമ്പയാണ്. എന്നാലും വലിയൊരു സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. നമ്മൾ ചില ആളുകൾ ഇപ്പൊ പറയും നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പാനിക്കാവാറുണ്ട്. പക്ഷെ നമുക്ക് ഡ്യുവൽ കൺട്രോൾ ഉണ്ട് അതിനകത്ത്. ഇപ്പൊ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഇല്ല, എനിക്ക് 2 റീറൈൻ പൊല്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. അത് അവരുടെ കുഴപ്പം കൊണ്ടല്ല, പറയുന്ന ആളുകൾ കുറച്ച് സ്പീഡ് ആയതുകൊണ്ട് മാത്രം ഉണ്ടായിട്ടുണ്ട്. റീറൈൻ പൊല്യൂഷൻസ് ഉണ്ട്. പക്ഷെ അതല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നും ഇതുവരെയായിട്ടുണ്ടായിട്ടില്ല. ഫ്ലെക്സിബിൾ ആയിരിക്കും ചേട്ടൻ പറഞ്ഞല്ലോ. ജോലി നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ആൾക്കാരെ എടുക്കാം. നമുക്ക് ഒരു ആവറേജ് മന്ത്ലി ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറിന് എത്ര നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? ഡിപ്പെൻസ് നിങ്ങളുടെ വർക്കിംഗ് അവേഴ്സിനെ ബേസ് ചെയ്തിരിക്കും. അതുപോലെ നിങ്ങൾ ഏതാണോ റേറ്റ് നിങ്ങൾ ഫിക്സ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് വരുന്നത്. അത് ഓരോ ഏരിയയിലും വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ രീതിയിലാണ്. അതിനകത്ത് പ്രത്യേകിച്ച് DBAയിലേക്ക് അല്ലെങ്കിൽ അതുപോലുള്ള അസോസിയേഷനുകൾക്ക് ചിലപ്പോൾ അതിനകത്തൊരു ഇത് വരാം. പക്ഷേ ബേസിക്കലി നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളാണ് അതിന്റെ റേറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി മാനുവലിന് അത് അതിന്റെ ഫീ അത് ഫിക്സ് ചെയ്യുന്നത് നിങ്ങൾ ഇൻഡിവിജ്വൽസ് ആയിരിക്കും ഫിക്സ് ചെയ്യുന്നത്. അത് കൂടാതെ DVSAയുടെ ഒരു കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ട്. അത് വെച്ചിട്ട് വേണം, ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ച് വേണം മാത്രം മുന്നിലേക്ക് പോകാനായിട്ട് പറ്റുമോ. പിന്നെ നിങ്ങൾ എത്ര അവേഴ്സ് ആണ് വർക്ക് ചെയ്യുന്നത് അതിന് ബേസ് ചെയ്തായിരിക്കും നിങ്ങളുടെ സാലറി വരുന്നത്. നിങ്ങളൊരു ആവറേജ് ഇപ്പൊ UK ഒരു 25 പൗണ്ട് എന്നുള്ളത് നമ്മൾ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്ത് നിന്ന് എല്ലാത്തിൽ നിന്നും നിങ്ങളുടെ വണ്ടിയുടെ എക്സ്പെൻസ്, അതിന്റെ മെയിൻ്റെനൻസ്, ഫ്യൂവലിന്റെ കോസ്റ്റ്, ഇൻഷുറൻസ്, ഇതെല്ലാം ടാക്സ്, അത് കൂടാതെ തന്നെ നിങ്ങൾ വരുന്ന നിങ്ങളുടെ മന്ത്ലി ഇൻകം മുഴുവനും നമ്മളുടെ കയ്യിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കരുത്. കാരണം ഇതിന് ടാക്സ് നമ്മൾ കൊടുക്കാനുണ്ട്, ഇതിന് ഇൻഷുറൻസ് അടയ്ക്കാനുണ്ട്, നാഷണൽ ഇൻഷുറൻസ് അടയ്ക്കാനുണ്ട്, ഇതെല്ലാം നമ്മൾ ചെയ്യാനുണ്ട്. അപ്പൊ എന്നാലും ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് വർക്ക് ചെയ്യാം. നമ്മുടെ കുട്ടികളുടെ കാര്യം, ഫാമിലിയുടെ കാര്യം, നമുക്ക് ഫാമിലി ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് കിട്ടാനായിട്ട് ഈ ഒരു പ്രൊഫഷൻ നല്ലത് തന്നെയാണ്. ഡ്രൈവിംഗ് അറിയാവുന്ന ഇഷ്ടമുള്ള ആൾക്ക് ടാക്സിയും ഓടിക്കാം, ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ആയിട്ട് അങ്ങനെ പല പല ഇതുണ്ടല്ലോ. അപ്പൊ ഒരു ടാക്സി ഓടിക്കുന്നതും ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ അങ്ങനെ പെട്ടെന്ന് ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സി ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് എടുക്കണമെങ്കിൽ ടാക്സി ഡ്രൈവിംഗ് ലൈസൻസിന് പ്രത്യേകിച്ച് ലൈസൻസ് അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് എടുക്കണം. അതുപോലെ തന്നെ ഒരു ലൈസൻസ് തന്നെയാണ് ഈ പറയുന്നത് അപ്രൂവ്ഡ് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ. അത് നമ്മൾ ആ ഏരിയയെ പറ്റി നല്ല അവയർനെസ് ഉണ്ടാവണം. ടാക്സി ഡ്രൈവേഴ്സിന് ആ ഏരിയ നന്നായിട്ട് അറിയണം. അവർക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ടെസ്റ്റുകൾ നടക്കുന്നുണ്ട്. അതും വളരെ ഈസി അല്ല. അതിൻ്റെതായിട്ടുള്ള എല്ലാം പ്രാക്ടീസിലൂടെ നമുക്ക് നേടിയെടുക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടെന്ന് മാത്രം പറയാൻ പറ്റില്ല. ടാക്സിക്ക് നമ്മളുടെ ഇൻഷുറൻസിന്റെ എമൗണ്ട് ഈ പറയുന്ന രീതിയിൽ കൂടാനും അതുപോലെ എല്ലാ 6 മാസം കൂടും അവർക്ക് എമൗണ്ട് ഇങ്ങനെയുള്ള ഒത്തിരി ഓപ്ഷൻസ് അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മളുടെ മിക്കവാറും ടൈമിങ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടാക്സി ഡ്രൈവേഴ്സിന് ഈവനിങ്സ് ആയിരിക്കും പുറത്ത് വരുന്നത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത് അത്ര ഒരു താല്പര്യമില്ലാത്തൊരു കേസാണ്. കാരണം ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റുള്ള ഞാൻ തെറ്റായിട്ട് പറയുമല്ല, പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈവനിങ്സിൽ ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ ഞാൻ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാൻ ഒന്നത് ചെയ്തത്. രണ്ടാമത്തെ കേസ് വെച്ചിട്ടുണ്ടെങ്കിൽ അബർഡീനിൽ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലുള്ള റോഡുകളുടെ മുഴുവൻ ഏരിയ മനസ്സിലാക്കി വെക്കുക എന്നുള്ളത്, അത് കാണാതെ പിടിച്ചാൽ ടാക്സിയിലേക്ക് നമ്മൾ എത്തും. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു രീതിയിൽ എത്തുക എന്നുള്ളത് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെ അവർ എത്തുന്ന ആളുകളാണ്. അപ്പോൾ
എനിക്ക് അതിന്റെ ആവശ്യമില്ല. എനിക്ക് ഇൻസ്ട്രക്ഷൻ ലെബിലിറ്റി ആണ് വേണ്ടതെങ്കിൽ അവര് മറ്റുള്ള ഒരു ടോം അവരുടെ തലയിൽ വേണം. ഈ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ആവാനായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സ് പറയാമോ, അതിന്റെ ഫീസും കാര്യങ്ങളും എല്ലാം? ബേസിക്കലി നമ്മളൊരു എന്താ പറയുക, ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് ബുക്ക് ചെയ്യുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ ADI ലൈസൻസ്, പ്രൊഫഷണൽ ലൈസൻസ് എടുക്കുന്നത് പോലെ തന്നെ അതിനകത്ത് നമുക്ക് വേണ്ടത് CRB ചെക്ക് ഉണ്ട്. അതുകൂടാതെ തന്നെ നമ്മളുടെ തിയറി ടെസ്റ്റ്, ഹസാർഡ് പെർസെപ്ഷൻ ഉണ്ട്. CRB ചെക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ജോബ് ചെയ്യാനായിട്ട് കേപ്പബിൾ ആണോ, നമ്മൾ ഏതെങ്കിലും ഒഫൻസിനകത്ത് പെട്ട ആളുകൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. PVG ചെക്ക് പോലെ തന്നെ ശരിക്കും നമ്മളിവിടെ ഒരു CRB ചെക്ക് നമുക്കുണ്ട്. അതിനകത്ത് നമ്മളൊരു ട്രസ്റ്റഡ് പേഴ്സൺ ആണെന്നുള്ളത് അവർക്ക് തോന്നിയാൽ മാത്രമേ അത് നമുക്ക് ലൈസൻസ് കിട്ടുള്ളൂ. തന്നെയല്ല, ലാസ്റ്റ് 5 ഇയേഴ്സിനകത്ത് 4 ഇയേഴ്സിനകത്ത് നമുക്ക് 5 പോയിന്റിൽ താഴെ ഉണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം ഡ്രൈവിംഗ് ലൈസൻസ്. നമുക്കപ്പോ മിനിമം 5 ഇയർ എക്സ്പീരിയൻസ് വേണോ? മിനിമം 3 ഇയർ എക്സ്പീരിയൻസ് വേണം. 21 ഇയർ പാസ് കഴിഞ്ഞിരിക്കണം. മിനിമം 3 ഇയർ എക്സ്പീരിയൻസ് 21 ഇയർ കഴിഞ്ഞിരിക്കണം. ഇത് ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാവുള്ളൂ. അത് കൂടാതെ തന്നെ നമ്മൾ ഈ ക്രിമിനൽ റെക്കോർഡ്സിലും ബാക്കിയൊന്നും പെടാത്ത ഒരു ആളുമായിരിക്കണം. പെനാൽറ്റി ഒന്നും പാടില്ല. പെനാൽറ്റി 3 പോയിന്റ് വരെ ഉണ്ടെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യാറുണ്ട് എന്നാണ് എൻ്റെ ഒരു ഇതാണ്. അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ അവരുടെ വെബ്സൈറ്റിനകത്ത് കിടക്കുന്നത് ലാസ്റ്റ് 4 ഇയറിൽ 5 പോയിന്റിൽ താഴെയുള്ള ആളുകൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാമെന്നാണ് അത് DVLയുടെ വെബ്സൈറ്റിൽ പറയുന്നത്. അതാണ് അതിൻ്റെ രീതി. പിന്നെ ഇതിന്റെ ഫീ എന്ന് പറയുന്നത് ഞാൻ കൊടുത്ത സമയത്ത് 2019 111 ഉണ്ടായിരുന്നു. അന്ന് ഒരു എക്സാമിന് നമ്മൾ കൊടുക്കേണ്ട ഫീ. അപ്പൊ 3 എക്സാം നമ്മൾ കഴിയണമെന്നുണ്ടെങ്കിൽ 331 കൊണ്ട് അത് കൊടുക്കണം. അതുകൂടാതെ തന്നെ ബാക്കി നമ്മുടെ ഫീയും ബാക്കി കാര്യങ്ങളല്ലാതെ ഒരു എക്സാം പാസ്സായി നമ്മൾ രണ്ടാമത്തെ എക്സാമും മൂന്നാമത്തെ എക്സാമും ഈ 2 ഇയർ കൊണ്ട് കഴിയണം. അത് കൂടാതെ ഓരോ എക്സാമിനും 3 ചാൻസേ ഉള്ളൂ. അത് ഒരു എക്സാമിന് തിയറി ടെസ്റ്റ് എഴുതുകയാണെങ്കിൽ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ തിയറി ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ തിയറി ടെസ്റ്റ് 3 അറ്റംപ്റ്റിനുള്ളിൽ നമ്മൾ പാസ്സാവണം. ഡ്രൈവിംഗ് ടെസ്റ്റ് 2 അറ്റംപ്റ്റിനുള്ളിൽ 3 അറ്റംപ്റ്റിനുള്ളിൽ പാസ്സാവണം. അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ ലെബിലിറ്റി 3 അറ്റംപ്റ്റിനുള്ളിൽ പാസ്സാവണം. ടഫാണ് ഇല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഏറ്റവും ആദ്യം വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ഡ്രൈവർ ആവുക എന്നുള്ളതേ ഉള്ളൂ. ഒരു നല്ല ഡ്രൈവർ അല്ലാത്ത ഒരാൾക്ക് അതിനകത്തേക്ക് റീച്ച് ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒരു ബാഡ് ഹാബിറ്റ് ഇരുന്നിട്ട് നമുക്ക് മറ്റൊരാളെ അത് വേറെ രീതിയിൽ പഠിപ്പിക്കാനായിട്ട് പറ്റില്ല. ഇപ്പൊ നാട്ടിൽ നിന്ന് ഇപ്പൊ ലൈസൻസ് ഒക്കെ എടുത്ത് വരുന്ന ആൾക്കാരുണ്ടല്ലോ, നമുക്കിപ്പോ ബേസ് തുടങ്ങി പഠിപ്പിക്കുന്നതാണോ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്നത്, അതെയോ ഇപ്പൊ ഒരു ബേസ് ഉള്ള ഒരാളെ പഠിപ്പിക്കുന്നതാണോ കുറച്ചുകൂടെ? കാരണം നാട്ടിൽ പഠിപ്പിക്കുന്ന രീതി കുറച്ച് വ്യത്യാസമുണ്ട്. നാട്ടിലെ വെച്ച് എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുവാണെങ്കിൽ നാട്ടിൽ പഠിച്ചിട്ടുള്ള ആളുകൾ ഇവിടെ പഠിപ്പിക്കാനായിട്ട് കുറച്ച് ടഫാണ്. അതിനൊരു കാരണമേ ഉള്ളൂ. കാരണം ഇവിടെ അറിയില്ലാത്ത ഒരാൾ, ഇവിടെ ജനിച്ചു വളർന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ, അതായത് ഇവിടെ നമ്മുടെ ഇപ്പോൾ ഈ ടീനേജേഴ്സിനെ നമുക്ക് പഠിപ്പിക്കാനായിട്ട് വളരെ സിമ്പിളാണ്, വളരെ ഈസിയാണ്. കാരണം എന്ത് കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്താലും അവർ അതുപോലെ തന്നെ അത് ഗ്രാസ്പ് ചെയ്യും. അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് റോഡിലോടെന്ന് പറഞ്ഞ് കുറച്ചുണ്ട്. പക്ഷെ നാട്ടിൽ നിന്ന് നമ്മൾ വരുന്ന ഒരാൾ ഇവിടെ പഠിപ്പിക്കുമ്പോൾ അവർ ഓൾറെഡി ഒരു ഹാബിറ്റ് അവർക്കുണ്ട്. അപ്പോൾ അതിനെ മാറ്റിയിട്ട് ഇവിടെയുള്ള ഒരു സാധനം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒന്നും അറിയില്ലാത്ത ഒരാളെ പഠിപ്പിക്കുന്നതിനേക്കാൾ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ എന്തെങ്കിലും അറിയാവുന്ന ആളുകളെ നമ്മൾ അതിനകത്ത് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരിക. പക്ഷെ വൺസ് അവരായാൽ നേരെ തിരിച്ചു പോകും. വൺസ് അവർ ട്രെയിൻ ചെയ്ത് അതിനകത്ത് അവർ കാര്യങ്ങൾ മനസ്സിലായാൽ അവരുടെ ആ ഒരു റീച്ച് എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അവരത് ഫിനിഷ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരു ബെനിഫിറ്റും അതിനകത്തുണ്ട്. ഞാൻ കണ്ടൊരു 400ഓളം ആളുകൾക്ക് ലൈസൻസ് എടുത്തിട്ടുണ്ട്. എക്സാമിനർ ആകാനായിട്ടും എനിക്ക് താല്പര്യമില്ലാത്തതിന് ഒരു കാരണം ഇതേ ഉള്ളൂ. കാരണം എക്സാമിനർ ആണെങ്കിലും അവരുടെ ജോലി രാവിലെ 8 മണിക്ക് കൊടുക്കും, വൈകുന്നേരം 4 മണിക്ക് തീരുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ വേറൊരു ആളുടെ എംപ്ലോയറുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന അതേ അവസ്ഥയാണ് വരുന്നത്. ഇപ്പൊ എന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ലീവ് എടുത്ത് മാറി ചെയ്യേണ്ടി വരും. സാധാരണ ഒരു എംപ്ലോയി എന്നുള്ളതിനകത്ത് വേറൊന്നും വരുന്നില്ല. പക്ഷേ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് സെൽഫ് എംപ്ലോയ്ഡ് ആണ്. എന്റെ ഇഷ്ടത്തിന് ഏത് സമയത്ത് വേണമെങ്കിലും എനിക്ക് എന്റെ കാര്യങ്ങൾ ഫിക്സഡ് പേ ഇല്ലാത്ത കണ്ടീഷനിലുണ്ട്. ചിലപ്പോൾ നമ്മൾ വിന്റർ ടൈമിലൊക്കെ ആണെങ്കിൽ നമ്മൾ എല്ലാവരും എല്ലാ ഇൻസ്ട്രക്ടേഴ്സും സ്ട്രഗിൾ ചെയ്യുന്ന സമയമാണ് വിന്റർ ടൈം എന്നുള്ളത്. കാരണം കൊറോണ ടൈം നമ്മൾ ഒരു ജോലിയും ഇല്ലാത്ത ആളുകളാണ്. കാരണം നമ്മൾ ലാസ്റ്റ് 1 ഇയറിൽ ആകെ വർക്ക് ചെയ്തിരിക്കുന്നത് 4 മാസമേ ഉള്ളൂ. അതിൽ 4 ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള സമയത്താണ് വർക്ക് ചെയ്യാൻ വേണ്ടി ലാസ്റ്റ് ഇയറിൽ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ അതൊക്കെ വൺസിന് ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്നാലും വിന്റർ ടൈം പൊതുവെ ആളുകൾ പഠിക്കാനായിട്ട് താല്പര്യപ്പെടാത്ത ഒരു സമയമാണ്. പക്ഷെ അതിന് നേരെ തിരിച്ചാണ് സമ്മർ ടൈമിൽ. സമ്മർ ടൈമിൽ ആളുകളുടെ തിരക്കും കൂടുതലാണ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, വിന്റർ ആകുമ്പോൾ ഈ സ്നോയും ബാക്കി കാര്യങ്ങളുള്ളതുകൊണ്ടും അത്ര സേഫ് അല്ല എന്നുള്ള പുതിയ ആളുകൾക്ക് പഠിക്കാനുള്ള ഒരു പേടിയും അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് ക്ലാസ്സുകളുടെ എണ്ണം അതൊക്കെ കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സർവൈവ് ചെയ്യുന്നത് ഈ സമ്മറിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ബാലൻസ് ചെയ്യും. അതിൽ 1-2 വർഷം കൊണ്ടൊക്കെ നമുക്ക്
സോർട്ട് ഔട്ട് ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതല്ലാതെ ചിലവർക്ക് നമുക്ക് തോന്നുമല്ലോ കുറച്ച് പാടാണ്, പിക്ക് ചെയ്യാൻ പാടാ, അല്ലെങ്കിൽ കുറേ ടെസ്റ്റ്, ചിലവരൊക്കെ എന്ന് പറഞ്ഞാൽ 10 ടെസ്റ്റ് ചെയ്തവരുണ്ട്, അങ്ങനെ കുറേ നമ്പർ ഓഫ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തവരുണ്ട്. അപ്പൊ അവർ തന്നെ ഒരു മെന്റൽ പ്രഷറാണ്. ചിലർ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി ലൈസൻസ് എടുക്കുന്നില്ല, ഞാൻ ഉപേക്ഷിച്ചു എന്നൊക്കെ പറയാം. അപ്പൊ നിങ്ങൾക്ക് ആ സ്ട്രെസ് കിട്ടുമോ അങ്ങനെ? നമ്മൾക്ക് ഒരാളെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമ്മൾ സ്റ്റുഡന്റിനെ നമ്മൾ ടെസ്റ്റിന് എഴുതുമ്പോൾ ആ സ്ട്രെസ് തന്നെ നമുക്കും ഉണ്ടാവും. കാരണം അവർ പാസ്സാക്കാണ്ട എന്ന് വിചാരിച്ചിരിക്കും നമ്മൾ ഒരാൾ ടെസ്റ്റിന് കൊണ്ടുവരുന്നില്ല. അപ്പോൾ അവർ പാസ്സാക്കാൻ വേണ്ടിയിട്ടായിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഒരാൾ നമ്മളെ വാശിയം മറന്നു പറഞ്ഞു നമ്മൾ ശരിക്കും ഒരു ടെസ്റ്റിന് പോയി വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സാധനത്ത് നമ്മൾ പോയി അതിന് നമ്മൾ ഇരിക്കുമ്പോൾ അതുപോലെ സ്ട്രെസ്ഫുൾ ആയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോകണമെങ്കിൽ അത് നന്നായിട്ട് പഠിച്ച് 100% അത് എന്താണ് ചെയ്യുന്നത് മനസ്സിലാക്കിയിട്ട് പോയാൽ മാത്രമേ അതിനകത്ത് റീച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ പകുതി അറിഞ്ഞിട്ട് നമ്മൾ ടെസ്റ്റിന് പോയാൽ ഡെഫിനറ്റ് അതൊരു സ്ട്രെസ്സും ആയിരിക്കും, ഫെയിലും ആയിരിക്കും. നമുക്ക് പിന്നെ അതുപോലെ തന്നെ ഹെവി വെഹിക്കിൾസ് ഉണ്ടല്ലോ, ഇപ്പൊ ബസ് ഓടിക്കുക അല്ലെങ്കിൽ ഇപ്പൊ ട്രക്ക് ഓടിക്കുക, അതിനൊക്കെ എങ്ങനെ വേറെ ലൈസൻസ് എടുക്കുക? ഇവിടെ എല്ലാത്തിനും വേറെ ലൈസൻസ്. ഇവിടെ നമ്മുടെ നാട്ടിൽ ബാഡ്ജ് എടുക്കുന്നത് പോലെ തന്നെ 3 വർഷം കഴിഞ്ഞ് നാട്ടിൽ എനിക്ക് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, നമുക്ക് ബാഡ്ജ് വേണം വലിയ വണ്ടികൾ ഓടിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ സാധാരണ ബസ്സുകൾ ഓടിക്കണമെങ്കിൽ പാസഞ്ചർ വെഹിക്കിൾ ലൈസൻസ് വേണം. അതല്ല ബസ്സിന് മാത്രമായിട്ടുള്ളത്. ഇവിടെ ലൈസൻസ് കാറ്റഗറി ഉണ്ട്. എന്താ പറയുക, ബസ് ഓടിക്കുന്നതിനും കാർ ഓടിക്കുന്നതിനും വാഹനം ഓടിക്കുന്നതിനും എല്ലാത്തിനും. അതുപോലെ ലൈറ്റ് ഗുഡ്സ് വെഹിക്കിൾ ഉണ്ട്, ഹെവി ഗുഡ്സ് വെഹിക്കിൾ ഉണ്ട്. അതുപോലെ ഹെവി ഗുഡ്സ് വെഹിക്കിളിനകത്ത് ലൈറ്റ് ഗുഡ്സ് വെഹിക്കിളും വിത്ത് ട്രെയിലറോട് കൂടിയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാം കാറ്റഗറി ഡിഫറെന്റ് ഉണ്ട്. അപ്പോൾ ഏതാണോ നമ്മൾ ചൂസ് ചെയ്യുന്നത്, ഒരിക്കലും നമുക്ക് ഈ ട്രെയിലറോട് കൂടിയിട്ടുള്ള ഡയറക്റ്റ് നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നത്. ഇതെല്ലാം ട്രെയിനിങ് കുറച്ച് എക്സ്പെൻസീവ് ആണ് അല്ലേ? ട്രെയിനിങ് എക്സ്പെൻസീവ് ആണ്. അതായത് ഒരു ഹെവി വെഹിക്കിൾസിന്റെ ട്രെയിനിങ് അല്ലെങ്കിൽ ലൈസൻസ് എടുക്കുക എന്നുള്ളത് കാറുകൾ എടുക്കുന്നതിനേക്കാൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഈ ബസ് ഡ്രൈവർ അത് നല്ലതാണ്, നല്ല ജോബായിട്ട് ചേട്ടന് തോന്നുന്നുണ്ട്, പേ വൈസും കാര്യങ്ങളൊക്കെ? അത് ഡിപ്പെൻസ് കമ്പനികളുടെ അനുസരിച്ചിട്ടാണ്. ചില കമ്പനികൾ ഇവിടെ നമ്മളുടെ കൗൺസിലിന്റെ ബസ്സുകളുടെ ഇല്ല നമുക്ക്, പക്ഷേ ഗ്ലാസ്ഗോയിലുള്ള സ്ഥലങ്ങളൊക്കെ കൗൺസിലിന്റെ ബസ്സുകളുണ്ട്. അത് ഡിപ്പെൻസ് ആണ് കമ്പനി. മന്ത്ലി പേ അല്ല, അവർലി പേ ആണ് എല്ലാത്തിനും വരുന്നില്ല. നമ്മൾ എത്ര അവർ വർക്ക് ചെയ്തു, ഇപ്പോൾ ഇവിടുത്തെ പേ റേറ്റ് അങ്ങനെയുണ്ടല്ലോ, എത്രയാണോ നമ്മൾ എത്ര അവർ ചെയ്തു, എത്ര അവർ നമ്മൾ വർക്ക് ചെയ്തു, അതുപോലെ നമ്മൾ അവർലി റേറ്റ് എത്രയാണ് അതിനനുസരിച്ചിട്ട് നമ്മുടെ സാലറി വരുന്നത്. പക്ഷേ ബെറ്റർ ജോബ് തന്നെയാണെങ്കിലും ഞാൻ പറയില്ല, കാരണം നമുക്ക് യൂസ് ചെയ്യാനാണ്. പിന്നെ സ്ട്രെസ്ഫുൾ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമ്മൾ എൻജോയ് ചെയ്യാവുന്ന ഒരു ജോബ് തന്നെയാണ്. ചേട്ടന് ഈ ഫീൽഡിലോട്ടേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു അഡ്വൈസ് എന്നതാണ്? ഏറ്റവും നന്നായിട്ട് വണ്ടി ഓടിക്കാൻ ശ്രദ്ധിക്കുക, നല്ലൊരു ബെറ്റർ ഡ്രൈവർ ആവുക. പിന്നെ നമ്മളുടെ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ, നമുക്ക് അങ്ങനെ ഒരു പാഷൻ ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് നമ്മൾ റീച്ച് ചെയ്യാനായിട്ടുള്ള സെർച്ചിങ്, അതുപോലെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ DVSയുടെ വെബ്സൈറ്റിൽ ആദ്യം പറഞ്ഞ് gov.uk വെബ്സൈറ്റിൽ കയറി അതിൻ്റെ മുഴുവൻ ഇൻഫർമേഷൻസ് ഉണ്ട്. അത് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഫീൽഡിലേക്ക് വരാനുള്ള ഒരു ഗൈഡൻസ് അതിനകത്ത് കിട്ടുന്നുണ്ട്. ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് ഈ ചാനലിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തതിന് ഒത്തിരി താങ്ക്സ് ആയിട്ട്. അതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ചേട്ടനെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നത്, എന്നാലും ഒത്തിരി കുറെ പേർക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറെ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.